മഴക്കാല കൃഷിക്കായി കർഷകരെ സജ്ജരാക്കുകയും കാർഷിക മേഖലയിലെ പുതുമകളും സാധ്യതകളും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആലത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കർഷകരുടെ സാന്നിധ്യവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. ടി.എം. ശശി എം.എൽ.എ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂർണ്ണമായും കാർഷിക മേഖലയാണ് നമ്മുടെ മണ്ഡലം. 7 പഞ്ചായത്തും കാർഷിക മേഖലയിൽ ഊന്നി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തുകളാണ് നമ്മുടെ മണ്ഡലത്തിലുള്ള 7. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എം.എൽ.എ. എന്ന നിലയിൽ തന്നെ ഈ കാർഷിക മേഖലയെ സഹായിക്കാൻ അവർക്ക് താങ്ങും തണലുമാവാൻ നിറ പദ്ധതി ഉൾപ്പെടെ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മണ്ഡലവും പഞ്ചായത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നാറ്റുവേല ചന്തകൾ അത് കൃഷിക്കാർക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമുണ്ടാവില്ല. വിവിധങ്ങളായ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുൽപ്പന്നങ്ങൾ, അതിനാവശ്യമായ വളത്തിന്റെ സംവിധാനം ഉൾപ്പെടെ ചെറിയ വിലയ്ക്ക്, നല്ല വിലയുള്ളത് ചെറിയ വിലയ്ക്ക് കൃഷി വകുപ്പ് എന്ന നിലയിലാണ് സംഘടിപ്പിച്ച് ഇത് പരമാവധി കൃഷിക്കാർക്ക് എത്തിക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ആ നിലയിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുക എന്നതുകൂടി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഈ കർഷക സഭയും ഞാറ്റുവേല ചന്തയും. സംസ്ഥാനത്തിന്റെ കാർഷിക പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ കർഷകരുടെ പങ്ക് വലുതാണെന്നും ആധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കൃഷിരീതികളും സ്വീകരിച്ച് കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സമയമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രകൃതിയോടിണങ്ങി മുന്നേറുന്ന കാർഷിക സംസ്കാരം ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ആർ വിനോദ്, സ്ഥിരം സമിതി അധ്യക്ഷ ഐ ഷഹാന, വാർഡ് മെമ്പർ CM ഷീബ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആലത്തൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PR കവിത കാർഷിക മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റേറ്റ് സീഡ് ഫാം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MV രശ്മി ഗുണമേന്മയുള്ള വിത്തുകളുടെ പ്രാധാന്യവും ശാസ്ത്രീയ കൃഷിരീതികളും സംബന്ധിച്ച് സംസാരിച്ചു. കർഷക പ്രതിനിധി M ഗംഗാധരൻ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും അതിജീവന മാർഗങ്ങളും അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ K ശ്രുതി സ്വാഗതം പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് CP അനിൽ നന്ദി രേഖപ്പെടുത്തി. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ജൈവ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി സംഘടിപ്പിച്ച പരിപാടി കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായി. UTV ന്യൂസ്, പാലക്കാട്.